യുകെയിലെ ഇന്നത്തെ സ്ഥിതി എന്താണ്? ക്രിസ്ത്യാനികൾ എന്നൊരു വിഭാഗം ഇനി അവിടെ കാണുമോ? അവിടെ മുസ്ലിം ജനസംഖ്യ വല്ലാതെ വർദ്ധിച്ച് ഇസ്ലാമിക രാജ്യമായി മാറുമോ? ക്രൈസ്തവ സഭകൾ യുകെയിൽ തിരികെ കയറുന്നതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങും പ്രകടമായി തുടങ്ങി എന്ന് പറയാതെ തരമില്ല. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഇന്നത്തെ സ്ഥിതി എന്താണ്? ക്രിസ്ത്യാനികൾ എന്നൊരു വിഭാഗം ഇനി അവിടെ കാണുമോ? അവിടെ മുസ്ലിം ജനസംഖ്യ വല്ലാതെ വർദ്ധിച്ച് ഇസ്ലാമിക രാജ്യമായി മാറുമോ? അങ്ങനെ സാധാരണ ജനത്തിന് മുന്നിൽ യുകെ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക ചോദ്യങ്ങളാണിത്. എന്താണിതിൻ്റെ വാസ്തവം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവയടങ്ങിയതാണ് യുകെ. യുകെയിലെ മുസ്ലിം ജനസംഖ്യ ഏകദേശം 40 ലക്ഷം ആളുകൾ. 2021-2025 സെൻസസ് പ്രകാരം ഇത് മൊത്തം ജനസംഖ്യയുടെ 6% മുതൽ 6.5% വരെ വരും. ഇന്ന് രാജ്യത്തെ രണ്ടാമത്തെ മതമാണ് ഇസ്ലാം. ഇന്നും യുകെയിലെ ഏറ്റവും വലിയ മതം ക്രിസ്തുമതം തന്നെയാണ്. ബ്രിട്ടീഷ് മുസ്ലിങ്ങളിൽ പകുതിയിലധികവും യുകെയിൽ ജനിച്ചവരാണ്. മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ളത് ലണ്ടനിലും ബർമിംഗ്ഹാമിലും മാഞ്ചസ്റ്ററിലുമാണ്. അതിൽ തന്നെ ലണ്ടനിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത്. ഇസ്ലാം യുകെയെ കീഴടക്കുമോ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. യുകെയിലെ ക്രിസ്ത്യാനികൾ 46.2%. 2021 സെൻസസ് പ്രകാരമുള്ള കണക്കാണിത്. യുകെയുടെ മതേതര സ്വഭാവം ആ രാജ്യം നിലനിർത്തുമെന്ന് തന്നെയാണ് പൊതുസമൂഹം കരുതുന്നത്. ആ രാജ്യം അതിൻ്റെ മതേതര സ്വഭാവം നിലനിർത്തത്തക്ക ഭരണഘടനയും പൊതുനിയമത്തിലും വിശ്വസിക്കുന്നു. അതെല്ലാ പൗരന്മാർക്കും ബാധകവുമാണ്. ക്രിസ്തുമതം ഒഴികെയുള്ള മതങ്ങളായ ഇസ്ലാം, ഹിന്ദുമതം, സിഖ് മതം, ജൂതമതം എന്നിവ കുടിയേറ്റത്തിലൂടെയും മതപരിവർത്തനം നടത്തിയും യുകെയിൽ സാന്നിധ്യം സ്ഥാപിച്ചിട്ടുണ്ട്. 2021 സെൻസസ് അനുസരിച്ച് യുകെയിലെ മുസ്ലിം ജനസംഖ്യ ഏകദേശം 6%. ആ കണക്കിൻ പ്രകാരം മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്. 2021 ശേഷം മുസ്ലിം ജനസംഖ്യ വളർന്നിട്ടുണ്ടെങ്കിലും അതിപ്പോഴും മൊത്തം ജനസംഖ്യയുടെ ഒരു ചെറിയ ശതമാനമായി തുടരുന്നു. മിക്ക കണക്കുകളും സൂചിപ്പിക്കുന്നത് 2050 ആകുമ്പോഴേക്കും മുസ്ലിം ജനസംഖ്യ ഒരിക്കലും ഭൂരിപക്ഷമാകില്ല എന്ന് മാത്രമല്ല, പരമാവധി 10 മുതൽ 17% വരെ ആയേക്കാം എന്നാണ്. ഭൂരിഭാഗം മുസ്ലിങ്ങളും ബ്രിട്ടീഷ് സംസ്കാരവുമായി ഒത്തുപോകുന്നു. അവരെല്ലാം ബ്രിട്ടീഷുകാരായി അറിയപ്പെടാനും ബ്രിട്ടീഷ് സംസ്കാരത്തിൽ പങ്കാളികളാകാനും ശ്രമിക്കുന്നു. ശരിയാ കൗൺസിലുകൾ നിലവിലുണ്ടെങ്കിലും അവ അവിടുത്തെ നിയമങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ പ്രവർത്തിക്കുന്നു. 2025 ആരംഭത്തിലെ കണക്കുകൾ പ്രകാരം 650 സീറ്റുകളിൽ ഏകദേശം 25 സീറ്റുകളാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ മുസ്ലിം അംഗങ്ങൾ. യുകെയിലെ 4 ഇടങ്ങളിലെയും മതങ്ങളുടെ അനുയായികളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 2021 സെൻസസ് പ്രകാരം ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഏറ്റവും വലിയ മതം ക്രിസ്തുമതമാണ്. 46.2%. മതമില്ലാത്തവരാണ് രണ്ടാമത്തെ വലിയ ഗ്രൂപ്പ്, 37.2%. പിന്നീട് മുസ്ലിങ്ങൾ 6.50%. പിന്നീട് ഹിന്ദു മതമാണ് 1.70%. സ്കോട്ട്ലൻഡിൽ മതമില്ലാത്തവരാണ് ഏറ്റവും വലിയ ഗ്രൂപ്പ്, 51.1%. പിന്നീടുള്ളത് സ്കോട്ട്ലൻഡ് ചർച്ച്, കത്തോലിക്ക സഭ, മറ്റ് ക്രിസ്ത്യാനികൾ ഇവരെല്ലാം കൂടെ ചേർത്ത് 38.17% വരും. പിന്നീടുള്ളത് നോർത്തേൺ അയർലൻഡിലാണ്. 2021 സെൻസസ് പ്രകാരം കത്തോലിക്ക സഭ 42.3%, മതമില്ലാത്തവർ 17.4%, പ്രസ്ബിറ്റേറിയൻ ചർച്ച്, ചർച്ച് ഓഫ് അയർലൻഡ് ഇവയെല്ലാം യഥാക്രമം 16.6%, 11.5%, മെത്തഡിസ്റ്റ് ചർച്ച് 2.40%. ഈ ഒരിടത്തും ഇസ്ലാം ഒരു പ്രകടമായ ശക്തിയായി മാറിയിട്ടില്ല. ബ്രിട്ടനിലെ ക്രിസ്തുമതത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതലാണ്. വ്യാപാരികൾ, കുടിയേറ്റക്കാർ, പട്ടാളക്കാർ തുടങ്ങിയവരിലൂടെയാണ് ക്രിസ്തുമതം ബ്രിട്ടനിലെത്തിയത്. 4-ാം നൂറ്റാണ്ടിലുടനീളം ക്രിസ്തുമതം ഒരു ന്യൂനപക്ഷ മതമായിരുന്നു.
5-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സന്യാസിയും തത്വചിന്തകനുമായ പെലാജിയസ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ അന്നത്തെ ബിഷപ്പുമാർ അതിനെ എതിർത്തതിൻ്റെ തെളിവുകളുണ്ട്. ഇസ്ലാം UK-യിൽ വളരുകയാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് രണ്ടാമത്തെ വലിയ മതമായി മാറുന്നു. കുടിയേറ്റം, ഉയർന്ന ജനന നിരക്ക് തുടങ്ങിയ ഘടകങ്ങൾ കാരണം സമീപകാല സെൻസസുകളിൽ ജനസംഖ്യ ഗണ്യമായി വർദ്ധിച്ചു. എന്നിരുന്നാലും ഈ വളർച്ച നഗരപ്രദേശങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. UK-യിലെ ഇസ്ലാം ബ്രാഡ്ഫോർഡ് ഗ്രാൻഡ് മോസ്ക് UK-യിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളികളിലൊന്നാണ്. UK-യിൽ നിശബ്ദമായി ചില നീക്കങ്ങൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയ മാറ്റം സംഭവിക്കുന്നതിൻ്റെ വർദ്ധിച്ചു വരുന്ന തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നു. രോഗശാന്തി, വിടുതൽ, പാപമോചനം എന്നിവ തേടി യുവതിയുവാക്കൾ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് പണ്ടെങ്കുമില്ലാത്ത വിധം ഒഴുകിയെത്തുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ UK-യിൽ ബൈബിൾ വിൽപ്പന അസാധാരണമാം വിധം 134% വർദ്ധിച്ചു എന്നതാണ്. ബൈബിളിൻ്റെ വിൽപ്പന 6.3 മില്യൺ പൗണ്ടിലെത്തി. 2019 മുതൽ 2025 വരെയുള്ള കാലയളവിലാണ് ബൈബിളിൻ്റെ വിൽപ്പനയിൽ ഈ കുതിപ്പ് രേഖപ്പെടുത്തിയത്. UK-യിലെ യുവതലമുറ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം ആത്മീയ അർത്ഥം തേടുന്നു. മാത്രമല്ല, ബൈബിൾ സൊസൈറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം യുവജനങ്ങൾ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് തിരികെ എത്തുന്നു എന്നാണ്. ദേവാലയങ്ങളിൽ എത്തുന്ന വിശ്വാസികൾ ഏകദേശം 4% നിന്നും 16% ഉയർന്നു. അതിൽ തന്നെ യുവാക്കളുടെ ഹാജർ 4% നിന്നും 21% മാറി. പഴയതുപോലെ ഇസ്ലാമിക ദാവ പ്രവർത്തകർക്ക് കാര്യങ്ങൾ എളുപ്പമാകുന്നില്ല. കാരണം ബോധവൽക്കരിക്കാനും തിരിച്ചു ചോദിക്കാനും അപ്പോളജിസ്റ്റുകളും രംഗത്തുണ്ട്. ലണ്ടനിൽ UKIP എന്ന സംഘടന നേതൃത്വം നൽകിയ വോക്ക് വിത്ത് ജീസസ് മാർച്ച് പോലീസ് തടഞ്ഞു. തടയാനുള്ള കാരണമായി പറയുന്നത് അത് ഗുരുതരമായ കുഴപ്പങ്ങൾക്ക് കാരണമാകും എന്നതായിരുന്നു. മുസ്ലിങ്ങൾ കൂടുതലുള്ള വൈറ്റ് ചാപ്പലിൽ 2026 ജനുവരി 24 ശനിയാഴ്ച മാർച്ച് നടക്കേണ്ടതായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ആ സ്ഥലത്ത് മാർച്ച് നടത്താൻ അനുവദിച്ചില്ല. ചുരുക്കത്തിൽ വലിയൊരു തകർച്ചയിൽ നിന്നും ക്രൈസ്തവ സഭകൾ UK-യിൽ തിരികെ കയറുന്നതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങും പ്രകടമായി തുടങ്ങി എന്ന് പറയാതെ തരമില്ല. ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്രൈസ്തവ ലോകത്തെ ചരിത്ര സത്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി.